നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ സ്വദേശിവൽക്കരണം കടുപ്പിക്കുമ്പോൾ പ്രവാസികൾക്ക് നെഞ്ചിടിപ്പേറുകയാണ്. ഇത്തരത്തിൽ നിബന്ധനകൾ കടുപ്പിച്ചതിന് പിന്നാലെ കൂടുതൽ പ്രവാസികൾക്ക് ജോലി നഷ്ടമാകുകയുണ്ടായി. എന്നാൽ ഇതിൽ നിന്നും ഏറെക്കുറെ രക്ഷപ്പെട്ടു നിൽക്കുന്നവരാണ് വീട്ടുജോലിക്കാർ. ഇപ്പോഴിതാ കുവൈറ്റിലെ വീട്ടുജോലിക്കാർക്ക് കൂടുതൽ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്ന നിയമ ഭേദഗതിയുമായി തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക് മാൻ പവർ അതോറിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ ആഴ്ചയിൽ ഒരു ദിവസവും വർഷത്തിലും ഒരു മാസവും അവധി അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുന്നതാണ് നിയമ ഭേദഗതി. വീട്ടുജോലിക്കാരുമായി ബന്ധപ്പെട്ട 2015 68 നമ്പർ നിയമത്തിലാണ് നീതിന്യായ മന്ത്രി ജമാൽ അൽ ജലാവി പുതിയ ഭേദഗതികൾ കൊണ്ടുവന്നിരിക്കുന്നത്. വീട്ടുജോലിക്കാരുടെ മിനിമം വേതനം 75 ദിനാർ അഥവാ 18,700 രൂപയായിരിക്കുമെന്ന് പുതിയ നിയമം അനുശാസിക്കുന്നു. ഇതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ വീട്ടുജോലിക്കാരെ ജോലിക്ക് നിർത്താൻ പാടില്ല. അതേസമയം ജോലിക്കാരുടെ ഭക്ഷണം, വസ്ത്രം എന്നിവയ്ക്കും ചികിത്സയ്ക്കുമുള്ള ചെലവുകൾ സ്പോൺസർ വഹിക്കണം. ഇതിനായി വരുന്ന ചെലവുകൾ വീട്ടുജോലിക്കാരുടെ ശമ്പളത്തിൽ നിന്ന് കുറവ് വരുത്താൻ പാടില്ലെന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നു. ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് അധികൃതരുമായും ഇന്ത്യ ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വീട്ടുജോലിക്കാർക്ക് 100 ദിനാറും 120 ദിനാറും ഇടയിൽ ശമ്പളം ലഭിക്കുമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് അറിയിച്ചു. 25,000 രൂപ മുതൽ 30,000 രൂപ വരെ വരും. ഇത് ജീവനക്കാർക്കും സ്പോൺസർമാർക്കും ന്യായമായ തുകയാണിതെന്നും അദ്ദേഹം പ്രാദേശിക ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചു. ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും കുവൈറ്റും തമ്മിൽ കഴിഞ്ഞ വർഷം ജൂണിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശമ്പളത്തിന്റെ കാര്യത്തിലുള്ള ഈ വർധനവ്. ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഈടാക്കുന്ന ഫീസ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. കൃത്യസമയത്ത് തന്നെ മാസശമ്പളം വീട്ടുജോലിക്കാരന്റെ അക്കൗണ്ടിലേക്ക് നൽകണമെന്നും പുതിയ നിയമം അനുശാസിക്കുന്നു. മാസശമ്പളം ആദ്യ ആഴ്ചയിൽ തന്നെ നൽകിയില്ലെങ്കിൽ 10 ദിനാർ അഥവാ 2,500 രൂപ പിഴയായി നൽകണം. 11 മാസം ജോലി ചെയ്താൽ 30 ദിവസത്തിൽ കുറയാത്ത ശമ്പളത്തോടെയുള്ള വാർഷിക അവധി അനുവദിക്കണം. 6 ദിവസം ജോലി ചെയ്താൽ 24 മണിക്കൂർ ശമ്പളത്തോടെയുള്ള വിശ്രമം അനുവദിക്കണം. ഒരു ദിവസം 2.5 മണിക്കൂറിൽ കൂടുതൽ സമയം ഓവർടൈം ജോലി എടുപ്പിക്കരുതെന്നും പുതിയ വ്യവസ്ഥകളിൽ പറയുന്നു. സ്പോൺസറുടെ ഭാഗത്തു നിന്നോ വീട്ടിലെ മറ്റ് താമസക്കാരിൽ നിന്നോ ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗിക അതിക്രമ ശ്രമങ്ങളുണ്ടായാൽ സ്പോൺസറെ മാറ്റാൻ പുതിയ നിയമം അനുവാദം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ മരണം, സ്പോൺസറാവാനുള്ള യോഗ്യത നഷ്ടപ്പെടൽ തുടങ്ങിയ കാരണങ്ങളാലും സ്പോൺസറെ മാറ്റാവുന്നതാണ്. സ്പോൺസർമാർക്കെതിരെ അധികൃതരിൽ പരാതി നൽകിയ ശേഷം ജീവനക്കാരൻ ജോലിക്ക് ഹാജരാവുന്നില്ലെന്ന് കാണിച്ച് അബ്സ്കോണ്ടിംഗ് റിപ്പോർട്ട് നൽകുന്നതിന് സ്പോൺസർമാർക്ക് വിലക്കേർപ്പെടുത്തുന്നതാണ് പുതിയ ഭേദഗതി. പകരം തൊഴിലാളികളെ പ്രവാസികൾക്കുള്ള താൽക്കാലിക കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന് നിയമം അനുശാസിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.